ഇത് ഒരു നാടൻ പലഹാരം. പഴയ കാലങ്ങളിൽ ദോശക്കല്ലിൽ നേരിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ പരത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു നാടൻ പലഹാരം, പഴം അട. വൈകുന്നേരങ്ങളിൽ കാപ്പിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഈ പലഹാരം. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു അടയാണിത്. നമ്മുടെ കുട്ടികളും ഈ പഴയകാല രുചികളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം. 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് തേങ്ങായും 1 ഏത്തപ്പഴവും, ഏത്തപ്പഴത്തിന് പകരം പാളയം കുടമ്പഴം ആയാലും മതി കേട്ടോ, 1/2 ടീസ്പൂൺ ജീരകവും അല്പം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഇതിനുള്ള ചേരുവകളായി. ഇത് നല്ലവണ്ണം പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് കണ്ടോ, ഇങ്ങനെ നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ അടർത്തി അങ്ങോട്ട് ഇട്ടാൽ മതി. ഈ പഴം ഒന്ന് കുഴച്ചെടുക്കാം. ഇതിങ്ങനെ കട്ടിയായിട്ട് കിടക്കാതിരിക്കാനാണ് ആദ്യം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഇത് കഷ്ണങ്ങളായിട്ട് ഇടയ്ക്ക് കടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി ഉടയ്ക്കണ്ട. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുവാണ്. ഇനി അതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. ആ കൂടെ തന്നെ തേങ്ങയും ചേർക്കാം. ഉപ്പ്, ജീരകം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പഴത്തിൻ്റെ ടേസ്റ്റ് അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ 1 പഴം കൂടെ ചേർക്കാം. ഇപ്പം ഞാൻ ഒരു ചെറിയ പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴയ്ക്കണം. ഇപ്പം ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മതി. ഇനി ഈ കല്ലിലേക്ക് ഒരല്പം എണ്ണ തൂത്ത് കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ തൂക്കേണ്ട ആവശ്യമില്ല. ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് എണ്ണ തൂത്ത് കൊടുക്കുക. ഇപ്പം കല്ല് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി ഒന്ന് തീ കുറച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് കല്ലിലേക്ക് ഇത് പരത്തി കൊടുക്കാം. കൈ ഒന്ന് നനച്ചിട്ട് പരത്തി കൊടുക്കുക. പണ്ടൊക്കെ ഇത് നേരിട്ട് ഇതുപോലെ ദോശക്കല്ലിലേക്ക് പരത്തി കൊടുത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതിനെ കല്ലേപ്പരത്തി എന്നും പല സ്ഥലങ്ങളിലും പറയാറുണ്ട്. ഇനി ഇങ്ങനെ പരത്താനായിട്ട് കല്ലിലിട്ട് നേരിട്ട് പരത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ ഒരു വാഴയിലയിലോ പരത്തിയിട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചാലും മതി. ഞാനിത് ആ പരമ്പരാഗത രീതിയിൽ തന്നെ ചെയ്യുന്നതേ ഉള്ളൂ. ഒത്തിരി കട്ടിയൊന്നും വേണ്ട, എന്നാൽ തീരെ ലോലോ അല്ല. അതുപോലെ ഇതിലൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഇത് പരത്തി കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം എണ്ണയോ നെയ്യോ എന്താണെന്നാ തൂത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയാണ് തൂക്കുന്നത്. ദോശക്കല്ലിൽ പരത്തിയെടുക്കുന്ന ഒരു പഴയകാല വിഭവമാണിത്, പഴമട. പിന്നെ മേൽഭാഗമൊക്കെ ഇന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് 2 വശവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നാടൻ പലഹാരമാണ് ഇത്. വൈകുന്നേരങ്ങളിൽ കാപ്പിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഈ പലഹാരം. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു അടയാണിത്. നമ്മുടെ കുട്ടികളും ഈ പഴയകാല രുചികളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. ഇത് നിങ്ങൾ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള പഴയതും പുതിയതുമായ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.